ഹലോ സുഹൃത്തുക്കളെ, ഇത്രയും ഹൈറ്റിലുള്ള ഗോപുരമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കണം വെച്ചെങ്കിൽ ഇങ്ങനത്തെ തന്നെ വേറെയും 3-4 ഗോപുരങ്ങൾ കിടക്കണം. പക്ഷെ അടുത്ത 2-3 ഇത്ര ഇല്ല, അതിൻ്റെ ഒരു പകുതിക്ക് ഹൈറ്റേ വരുന്നുള്ളൂ. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ അടിയിൽ നിന്ന് നോക്കുന്ന കാഴ്ചയാണ് ഇത് കണ്ടത്. വളരെ വീതി കൂട്ടിയുള്ള വളരെ ഹൈറ്റിലുള്ള ഒരു ഗോപുരത്തോട് കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഈ എന്താ പറയുക, കവാടം എന്ന് പറയില്ല, അങ്ങനെയാണ്. ഇതിൻ്റെ ക്ഷേത്രം അതിനുള്ളിലാണ്. ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കവാടമാണ്. ഇങ്ങനത്തെ 3-4 കവാടങ്ങൾ കയറിയിട്ട് വേണം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വരാൻ. ഇത് ഫസ്റ്റ് കവാടം തന്നെയാണ്, ഏറ്റവും വലിയ കവാടം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണുന്നത് ഒരു ചെറിയൊരു മണ്ഡപമാണ് കണ്ടോ. ഒരു 4 കാലൊക്കെ ഉള്ള കൊത്തുപണിയോട് കൂടിയിട്ടുള്ള ഒരു മണ്ഡപം. അടുത്തത് ആ കാണുന്ന ഗോപുരമാണ് കണ്ട. ഈ ഗോപുരത്തിൻ്റെ 4 ഹൈറ്റുള്ളൂ ആ കാണുന്ന ഗോപുരം. അങ്ങനത്തെ വേറെ 2 ഗോപുരങ്ങൾ കടന്നാലേ നമ്മൾ ഉള്ളമ്പലത്തിലേക്ക് എത്തുള്ളൂ. ഈ ക്ഷേത്രം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ, ഇതാണ് ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം. ഇതേ പേരിൽ തന്നെ വേറൊരു ക്ഷേത്രമുണ്ട്. അത് നമ്മളെ മൈസൂരിനടുത്താണുള്ളത്. ഇതുള്ളത് തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളി തൃശ്ശിയിലാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം ഉള്ളത്. അടുത്ത കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ഗോപുരങ്ങൾ കടന്നു ചെല്ലുമ്പോഴും 2 സൈഡിലും ഒരുപാട് കച്ചവടക്കാരുണ്ട്. അതുമാത്രമല്ല ഒരുപാട് ടൂറിസ്റ്റുകളും വിദേശികളൊക്കെ നിറയെ വരുന്ന ഒരു ക്ഷേത്രമാണിത്. ഇതിപ്പോൾ നമ്മൾ 2ാമത്തെ ഗോപുരം കടന്ന് ഇതാ 3ാമത്തെ ഗോപുരമാണ് അടുത്തത് കാണുന്നത് കണ്ട. ഇത് ഇതേമാതിരി തന്നെ അത്ര വലുപ്പമില്ല. ഇപ്പം നമ്മൾ കടക്കണ അതേ ഗോപുരത്തിൻ്റെ വലുപ്പമുള്ളൂ. ആദ്യത്തെ ഒരു ഗോപുരമാണ് വളരെ ഹൈറ്റിലുള്ള ഗോപുരം. ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ ഗോപുരമാണ് ഈ കാണുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഇനി ഗോപുരം ഉണ്ടാകുന്ന നോക്കാം. ഈ ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ശരിക്കും തന്നെ വേറൊരു ഗോപുരമുണ്ട്. അത് ഉള്ളമ്പലത്തിൻ്റെ ഗോപുരമാണ്. ശരിക്കും ഈ ഒരു ഗോപുരത്തിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ചുറ്റമ്പലമായി കണ്ട. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഷോപ്പുകളോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഇനി നമ്മൾ നേരെ ഉള്ളമ്പലത്തിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളമ്പലത്തിലേക്ക് കടന്നു നിൽക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ച തന്നെ വളരെ മനോഹരമാണ്. കാരണം ഒരുപാട് കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഈ കരിങ്കൽ തൂണുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് കണ്ട. അത്യാവശ്യത്തിലേറെ തിരക്കുണ്ട്. പിന്നെ ക്യൂ വെക്കാനൊക്കെ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് എത്ര ജനങ്ങളുണ്ട് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അറിയില്ല. കാരണം അത്ര പരന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഏകദേശം 152 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ തിരക്കുണ്ട് വെച്ചെങ്കിലും അത് അത്ര വലിയ തിരക്കായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. കാരണം ഒരുപാട് തൂണുകൾ, കരിങ്കൽ കൊത്തുപണികളോട് കൂടിയുള്ള തൂണുകളുള്ള മണ്ഡപങ്ങൾ കാണാം. 2 കാലുള്ള മണ്ഡപങ്ങൾ, 5 കാലുള്ള മണ്ഡപങ്ങൾ, അതുകൂടാണ്ട് 1000 കാൽ മണ്ഡപം എന്ന് പറഞ്ഞിട്ട് അതാണ് 1000 കാൽ മണ്ഡപം. ഇത് ഞാൻ വേറെ അടുത്ത് കാണിക്കുമ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകണ കാഴ്ചയായി. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള വിഗ്രഹം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എങ്ങനെയാണോ അതേമാതിരിയാണ്. അതായത് അനന്തശയനത്തിൽ കിടക്കുന്ന വിഷ്ണു ഭഗവാന്റെ ഒരു പ്രതിമയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെ നിന്ന് തൊട്ടിട്ടാണ് ഇതിൻ്റെ ക്യൂ തുടങ്ങുന്നത് കണ്ട. ജനങ്ങൾ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വീഡിയോ ഓഫാക്കുകയാണ്. ഈ കാണുന്നത് ശ്രീകോവിലിൻ്റെ മുകളിലുള്ള ഗോപുരമാണ്. അത് ഫുള്ളായിട്ട് സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്വർണം കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീകോവിലിൻ്റെ ഗോപുരം ഞാൻ ഒന്നുകൂടിയും കാണിക്കാണ്ട്. അതാണ് ആ സ്വർണത്തിൽ പൊതിഞ്ഞിട്ടുള്ള ശ്രീകോവിലിൻ്റെ ഗോപുരമാണിത് കേട്ടോ. അത് ഞാൻ ഒന്നുകൂടി വ്യക്തമായി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ശ്രീകോവിലിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ചെറിയൊരു കിണറുണ്ട്. പക്ഷെ ആ കിണറിലെ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു. കണ്ട ആകെ മൂടിയിട്ടേക്കാണ്. കണ്ട ആൾക്കാരൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കാരണം ഇത് നല്ല തിരക്കുള്ള ഒരു സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് ഭദ്രമായിട്ടിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ചുറ്റമ്പലം. ചുറ്റമ്പലമല്ല ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഈ അമ്പലത്തിനോട് ചേർന്നിട്ട് ശ്രീകോവിലിനോട് ചേർന്നിട്ടുള്ള സ്ഥലം. ഇനി നമ്മൾ ചുറ്റമ്പലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചുറ്റമ്പലത്തിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിറയെ മണ്ഡപങ്ങളാണ്. ഒരുപാട് മണ്ഡപങ്ങൾ കാണാം. ഈ കാണുന്ന ഗോപുരം ഇതിൻ്റെ ബാക്കിലേക്കുള്ള വഴിയാണ് കേട്ടോ. അത് ബാക്കിലേക്കുള്ള എൻട്രൻസ് ആണ് ആ ഗോപുരം. അതുകൂടാതെ അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ ഉള്ളിൽ തന്നെയാണ്. ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ കണ്ട ഒരുപാട് 4 കാലുകളുള്ള ഒരുപാട് ചെറിയ മണ്ഡപങ്ങൾ ഇവിടെ നിറച്ചുണ്ട് കണ്ട. നോക്കിയേ 1, 2, 3 പിന്നെ അങ്ങോട്ട് പോയാൽ 4, 5, 6 അങ്ങനെ ഒരുപാട് കൽമണ്ഡപങ്ങളാണ്. കൽമണ്ഡപം എന്ന് പറഞ്ഞാൽ കരിങ്കല്ലിൻ്റെ കൊത്തുമണികളോടുകൂടിയുള്ള തൂണുകളുള്ള കൽമണ്ഡപങ്ങൾ ഒരുപാടുണ്ട്. ഇനി അത് കൂടാണ്ട് തന്നെ ഇവിടെ വേറെ സംഭവം കാണിച്ചു തരാം കേട്ടോ. അതായത് 1000 കാൽ മണ്ഡപം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാലാണ് ഈ 1000 കാൽ മണ്ഡപം കാണാൻ പറ്റുക. കണ്ട
വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ 1000 കാൽ മണ്ഡപം. പക്ഷെ അത് 1000 കാലില്ല എന്നാണ് പറയണത്. ഇതിന് 998 കാലുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 1000 കാൽ മണ്ഡപം എന്ന് പറയിച്ച പോലും 2 3 കുറവുണ്ട്. 98 97 കണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് 1000 ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. കാരണം വെച്ചെങ്കിൽ അതൊക്കെ ഈ ഒരു ഫെൻസുമാരി ഉണ്ടാക്കിയിട്ട് സ്റ്റീലുകൊണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അടുത്ത് നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ. അത്രയും മനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ട് നോക്കി കണ്ട, ഒരുപാട് ഒരേ ലൈനിലാണ് ഇങ്ങനെ കരിങ്കല്ലിൻ്റെ തൂണുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുള്ളത്. കണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. കണ്ട, ഞാനത് ജസ്റ്റ് ഒന്നുകൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് സൂം ചെയ്ത് കാണിക്കുകയാണെന്ന് മാത്രം. അതാണ് 1000 കാൽ മണ്ഡപം. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു സൈഡിലേക്ക് ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുണ്ട് വലിയൊരു മണ്ഡപം. പക്ഷെ അത് 1000 കാലില്ല. പക്ഷെ ഉള്ള കാലുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പ്രതിമകളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. കണ്ട, കുതിര ഇങ്ങനെ ചാടാൻ നിൽക്കുന്ന കുതിരയും അതിന്മേ അന്നത്തെ ഭടന്മാരൊക്കെ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു മണ്ഡപം തന്നെയാണ് അതും. കണ്ട, ഒന്ന് നോക്കിയാൽ വളരെ മനോഹരമായിട്ട് എന്താ ഇമ ഫിനിഷിങ് എന്ന് പറയാം. വളരെ രസമായിട്ടുള്ള മണ്ഡപങ്ങൾ. ഇത് ചോള രാജാക്കന്മാരാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അത്രയും പഴയ കാലത്ത്, പുരാതന കാലത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് അല്ലേ? നിങ്ങളെന്താ പറയുന്നത്? അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവർ, അതേമാതിരി ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.